പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്ക്രിപ്റ്റ് ഞാൻ സിബി സാറായിട്ട് ഒരുപാട് നാൾ ഡിസ്കഷൻ, സിബി മലയിൽ സാറായിട്ട് നമ്മൾ സംസാരിച്ച് നേരം വെളുത്ത് കഴിയുമ്പോഴാണ് അയ്യോ ഉറങ്ങിയില്ലല്ലോ എന്ന് പറയുന്നൊരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ജോഷി സാറായിട്ടൊരു സ്ക്രിപ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു റൊണാൾഡോ ചിത്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള റിനോയ് ചേട്ടൻ ആൻഡ് മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ദീപക് രവിചന്ദ്. ആൻഡ് ഇവരെ നമുക്ക് നമ്മുടെ ഷോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. സ്വാഗതം. താങ്ക് യു. സോ റിനോയ് ചേട്ടാ, ഹൗ വാസ് ദി ലൈഫ് ജേർണി ആഫ്റ്റർ നമ്മുടെ മൂവി ഒരു റൊണാൾഡോ ചിത്രം? എങ്ങനെയായിരുന്നു അതിന് ശേഷമുള്ള ഒരു ലൈഫ്, അതിന് മുമ്പുള്ള ലൈഫ്? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടായിരുന്നോ? നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണല്ലോ ആദ്യം നമ്മുടെ സിനിമ നടക്കുക, തിയേറ്ററിൽ ഇറങ്ങുക, OTT വരിക, ആളുകൾ കൂടുതൽ കാണുക എന്നുള്ളത്. അത് എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പം അതിനുശേഷം ഞാൻ ഒരു പുസ്തകം എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ വർക്കിലോട്ടായി. അതിനുശേഷം ഇപ്പോൾ കുറച്ച് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ സംസാരം നടക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിനുള്ള എഴുത്തും കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. ദീപക് ചേട്ടാ, ചേട്ടൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു ബിഫോർ നമ്മുടെ മൂവി ആൻഡ് ആഫ്റ്റർ ദ മൂവി? ഇല്ല, അങ്ങനെ നോവലായിട്ട് പോകുന്നുണ്ട്. ഈ പറഞ്ഞത് അടുത്ത് ഇങ്ങനെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, പരിപാടി കേട്ടാ. പിന്നെ ഇപ്പം ഒരു ഹിന്ദി സോങ് വരുന്നുണ്ട് അടുത്ത്. ഹിന്ദി അല്ലേ, ഇൻഡിപെൻഡൻസ് സോങ് ഒന്ന് വരുന്നുണ്ട്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് എഡിറ്റിംഗ് പരിപാടി കഴിഞ്ഞപ്പം ഇപ്പോൾ റിലീസ് ആകും. പിന്നെ അങ്ങനെ വെച്ചിട്ട് പടം മറ്റേ അങ്ങനെ ഓരോന്നൊക്കെ. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ ഫ്രണ്ട്ഷിപ്പ്? പണ്ട് മുതലുള്ളതാണോ അതോ ഈ മൂവിയുടെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണോ? എങ്ങനെയായിരുന്നു? ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഷോർട്ട് ഫിലിംസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് ഒരു മ്യൂസിക് ഡയറക്ടറിനെ വേണം. അപ്പോൾ ആദ്യത്തെ ഷോർട്ട് ഫിലിം അല്ലേ, നമുക്ക് പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അന്വേഷിക്കും. കാരണം നമുക്ക് ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനെ അറിയാം. പക്ഷേ എങ്ങനെ പൈസയൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന സിനിമയിലോട്ടൊക്കെ കയറണം എന്ന് ആഗ്രഹമുള്ള എന്നാൽ കഴിവുള്ള ആൾക്കാരെ നമ്മൾ നോക്കും. അപ്പോൾ നമ്മുടെ സർക്കിളിലോട് ഉള്ള എല്ലാവരോടും നമ്മൾ പാസ് ചെയ്യും, ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ എന്ന്. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു കസിൻ ഇവൻ്റെ ഒപ്പം വന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എബിൻ ജോണി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്നത്തെ ദിവസം എന്തോ അവൻ ഷിഫ്റ്റ് മാറി കയറി. അങ്ങനെ ഇവനെ പരിചയപ്പെടുന്നു ആ സമയത്ത് തന്നെ. അപ്പോൾ ഇവൻ പറയുന്നു ഇങ്ങനെ മ്യൂസിക്കൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അവൻ എന്നെ വിളിച്ച് പറയുന്നു ഇങ്ങനെ ഒരാളെ കണ്ടു. അങ്ങനെ ഇവനെ വന്ന് ഞാൻ പരിചയപ്പെടുക. കാക്കനാട് എവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്? ആ സമയത്ത് അങ്ങനെ പരിചയപ്പെട്ടിട്ട് ഫസ്റ്റത്തെ വർക്ക് ചെയ്യുന്നു. അതിന് ഇവന് അവാർഡും കിട്ടി, സ്റ്റേറ്റ് അവാർഡും കിട്ടി. ഒരു കുട്ടികൾ വെച്ചിട്ടൊരു ഷോർട്ട് ഫിലിമായിരുന്നു. അപ്പോൾ അതിന് ആള് നന്നായിട്ട് വർക്ക് ചെയ്തു. അപ്പം പിന്നെ അടുത്ത ഷോർട്ട് ഫിലിംസുകളെല്ലാം ചെയ്തപ്പോൾ ഇവൻ തന്നെയായിരുന്നു മ്യൂസിക്. അങ്ങനെ സിനിമ വന്ന് അന്ന് കൂടിയതാണ് കൂടെ. ഞങ്ങളൊരു ടീമായിരുന്നു. ഞങ്ങളുടെ ക്യാമറ, എഡിറ്റിങ്, മ്യൂസിക്, അങ്ങനെ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോഴും അവരൊക്കെ തന്നെയാണ്. സോ ചേട്ടാ, അപ്പോൾ ഡയറക്ഷനിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ഡയറക്റ്റ് റൊണാൾഡോ ചിത്ര മൂവി ഡയറക്ഷനിലേക്കായിരുന്നു അതോ അതിന് മുമ്പ് വേറെ ചെറിയ മൂവീസിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അന്ന് ഞാനൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആൽബം ഒക്കെ ആയിരുന്നു. ഷോർട്ട് ഫിലിംസ് വളരെ കുറവായിരുന്നു. അപ്പം നമ്മൾ ഒന്ന് മാറി ചിന്തിച്ചു ഷോർട്ട് ഫിലിംസ് ചെയ്താലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാൻ കുട്ടികളെ കാറ്റീസൊക്കെ പഠിപ്പിക്കും അന്ന്. അപ്പം എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളെ വെച്ചിട്ട് ഞാൻ ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ് ആദ്യത്തെ ഷോർട്ട് ഫിലിം, ഡ്രീംസ് ഹാവ് നോ എൻഡ് എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇങ്ങനെ സ്റ്റേറ്റ് അവാർഡിനൊക്കെ അയച്ചു കൊടുത്തിട്ട് നമുക്ക് കിട്ടുകയൊക്കെ ചെയ്തത്. അപ്പോൾ അത് നല്ല രീതിയിൽ വന്നപ്പോൾ കുറച്ചും കൂടിയും പ്രൊഫഷണലായിട്ട് കുറച്ചും കൂടിയും ബഡ്ജറ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് പ്രൊഡക്ഷനൊക്കെ വന്നപ്പോൾ രണ്ടാമതൊരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിന് കുറച്ചും കൂടിയും കൂടുതൽ അവാർഡ്സും ഒരു ജനപ്രീതിയൊക്കെ കിട്ടി, ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു രീതിയിലോട്ടൊക്കെ വന്നു. അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനൊരു താല്പര്യം വന്നു. അങ്ങനെയാണ് ഷോർട്ട് ഫിലിംസ് കുറച്ച് കൂടുതൽ ചെയ്തു. അപ്പം ഞാനാണെങ്കിൽ അങ്ങനെ ഷോർട്ട് ഫിലിംസ് ചെയ്താണ് സിനിമയിലോട്ട് കൊള്ളുള്ള ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെ. ചേട്ടൻ എഴുതുമെന്ന് ഞാൻ കേട്ടു. ആൻഡ് ഒരു ബുക്ക് പ്രകാശനം ചെയ്യാൻ പോവാണ്. എഴുതി പബ്ലിഷ് ചെയ്യാൻ പോകുന്നു. എഴുത്തിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? എഴുത്തായിരുന്നു ആദ്യം നമ്മുടെ കൂടെ കൂടിയത്. കഥകളായിരുന്നു ആദ്യം എഴുതിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ വിഷ്വൽ ആയിട്ടാണ് കഥകൾ വരുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റ് എഴുതാം,
അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റുകൾ വായിക്കാൻ തുടങ്ങി. ലൈബ്രറിയിൽ നിന്നൊക്കെ സ്ക്രിപ്റ്റൊക്കെ നമുക്ക് തിരക്കഥകൾ വായിക്കാൻ കിട്ടും. MT സാറിൻ്റെയും ലോഹി സാറിൻ്റെയും പത്മരാജൻ്റെയൊക്കെ സ്ക്രിപ്റ്റുകൾ വാങ്ങി വായിക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് കിട്ടുന്ന കഥകളെ എങ്ങനെ സിനിമയാക്കാം, ഒരു വിഷ്വലി അങ്ങനെ പറയാം എന്നുള്ള രീതിയിലൊരു ആഗ്രഹവും അതിനു വേണ്ടി ഒരു എഫർട്ട് ഇട്ടു. അങ്ങനെയാണ് പിന്നെ ഈ ഷോർട്ട് ഫിലിംസിലേക്കും സിനിമയിലോട്ടൊക്കെ വരുന്നത്. അപ്പോഴും എൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എഴുത്തായിരുന്നു. കഥകൾ, ഷോർട്ട് സ്റ്റോറീസ് അങ്ങനെ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അത് സിനിമയുടെ പിന്നാലെ പോകുന്നതുകൊണ്ട് നമ്മളതങ്ങ് മാറ്റി വെച്ചിരിക്കുക. ഈ ലിറ്ററേച്ചർ, സാഹിത്യം. ഇപ്പം ഓരോ പുസ്തകങ്ങൾ നല്ലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു പുസ്തകം നമുക്ക് എഴുതണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ ഒരു പുറത്ത് ആ ഒരു സ്വപ്നം കൊണ്ട് എഴുതിയതാണ്. ഈ ഒരു കൊല്ലം, ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കൊല്ലം അതിൻ്റെ ഒരു വർക്കായിരുന്നു. ഒരു 12 ചെറുകഥകൾ ചേർത്തിട്ടൊരു കഥാസമാഹാരം. പ്രകാശനം അടുത്ത് തന്നെ ഉണ്ടാവും. ഇപ്പോൾ കവർ പ്രകാശനം കഴിഞ്ഞു. അതിൻ്റെ പ്രീ ബുക്കിംഗ് ഇപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ തുടങ്ങും. ആൻഡ് ദീപക് ചേട്ടൻ്റെ കമ്പോസിങ് ലൈഫിലേക്കുള്ള ജേർണി എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ചെയ്തത് രജീഷ് എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനുണ്ട്. അപ്പോൾ പുള്ളി ഇപ്പോൾ പടം ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ആഡാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. അതെ, പറവൂര വീട്. അപ്പം അത് ഔഷധി എന്ന് പറഞ്ഞൊരു ഔഷധി അറിയാം, ആയുർവേദ, അതിൻ്റെ ഒരു ആഡായിരുന്നു ചെയ്തത്. പിന്നെ ആ പുള്ളിക്കാരൻ്റെ തന്നെ 2-3 അടി ചെയ്തിട്ടുണ്ട് അടുപ്പിച്ച്. പിന്നെ അറുപച്ചനെ പരിചയപ്പെട്ട് പിന്നെ അങ്ങനെ പോയി. എൻ്റെ എല്ലാ ഷോർട്ട് ഫിലിംസും ഇവൻ തന്നെ മ്യൂസിക് ചെയ്ത്. ഒരു 6 ഷോർട്ട് ഫിലിംസ് ഇവൻ തന്നെ ചെയ്തു. അല്ലാതെയും ചെയ്തിട്ടുണ്ടല്ലേ, കുറേ ഷോർട്ട് ഫിലിംസ് അല്ലാതെയും ചെയ്തിട്ടുണ്ട്. വിനുവിൻ്റെ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിം. വിനുവിൻ്റെ ശേഷം എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തിട്ടുണ്ട് ഉണ്ട്. അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിം കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ ആഡ് ജോസ്കയുടെ ഒരു ആഡ് ചെയ്തു, പക്ഷേ ഇറങ്ങിയിട്ടത് അങ്ങനെ ഒരു സംഭവം. എഴുത്തിനോടാണ് കൂടുതൽ താല്പര്യം. കാരണം അത് നമ്മുടെ ഒരു ലോകമാണല്ലോ. അവിടെ നമ്മൾ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും. അപ്പോൾ എഴുത്തിൽ ഡയറക്ഷനിലോട്ട് വരുമ്പോൾ കുറേ വ്യത്യാസമുണ്ട്. എഴുത്ത് പോലെയല്ല ഡയറക്ഷൻ. എഴുത്തിൽ അനുഭവിക്കുന്ന ഇമോഷനൊന്നും നമുക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ തോന്നണം എന്നില്ല. അപ്പോൾ എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഇമോഷൻ അനുഭവിക്കും. ഓരോ ക്യാരക്ടർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് അനുഭവിക്കും. ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതൊന്നുമല്ല. ഇത് അനുഭവിപ്പിക്കാൻ വേണ്ടിയുള്ള എഫർട്ടാണ് ഡയറക്ഷൻ. കാരണം അവിടെ വിഷമിച്ച്, ഇപ്പോൾ ഞാൻ ഒരു ഇമോഷണൽ സീൻ എടുക്കുകയാണ്. ഇപ്പോൾ എഴുതാൻ നേരത്ത് ഞാൻ ആ ഇമോഷണൽ സീൻ അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ട്. ഡയറക്ഷനിലോട്ട് വരുമ്പോൾ ഞാനവിടെ അനുഭവിച്ചുകൊണ്ടിരുന്നാൽ പോരാ. അതിൻ്റെ മീറ്റർ ശരിയാവുന്നുണ്ടോ, കരച്ചിൽ കൂടിപ്പോകുന്നുണ്ടോ, കുറഞ്ഞു പോകുന്നുണ്ടോ, ഡയലോഗിൽ ഡ്രാമ വരുന്നുണ്ടോ, ഷോട്ട് കറക്റ്റാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളവിടെ നോക്കണം. അപ്പം അവിടെ ഒരു ഇമോഷണൽ ഒരു അപ്രോച്ചല്ല നമ്മുടെ, എങ്ങനെ ആളുകളെ ഇമോഷനാക്കുക എന്നുള്ള സംഭവം. അപ്പം ഞാൻ വേറൊരു കുഞ്ഞ് ഷോർട്ട് ഫിലിം ചെയ്ത കാര്യം ഓർക്കുകയാണേ. അതിലിങ്ങനെ അതിൻ്റെ ഒരു കുഞ്ഞ് സംഭവം. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യണം. അപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോവുക. അപ്പോൾ ആ ആൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് അന്ന് അയാളുടെ കാമുകിയുടെ കല്യാണമാണ്. അപ്പോൾ അയാൾ മരത്തിൻ്റെ മേളിൽ പിടച്ച് കയറുക, ഒരു കയറൊക്കെ ആയിട്ട് പോവുക. അതിൻ്റെ മേളിൽ കയറുമ്പോൾ ഒരു ഉറുമ്പ് കടിക്കും. കുറച്ച് ഉറുമ്പുണ്ട് ഈ മരത്തിൽ. ഒരു ഉറുമ്പ് കടിക്കും. അപ്പോൾ ഈ ഉറുമ്പ് കടിക്കുമ്പോൾ അതിങ്ങനെ കാലിൽ കയറി ഇങ്ങനെ കടിച്ച് പിടിച്ച് നിൽക്കുക. അതിനെ കളയാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങനെ കാല് വെച്ചിട്ട് തൂക്കും. അപ്പോൾ ഈ നില വിട്ടു പോകും പുള്ളി താഴേക്ക് വീഴും. താഴേക്ക് വീണ് ഇങ്ങനെ നടുവൊക്കെ വേദന എടുത്ത് ഇരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ ഓടി വന്നിട്ട് പറയാണ്, എടാ കല്യാണ വീട്ടിൽ ഭയങ്കര പ്രശ്നം, ആ പെണ്ണിന് നിന്നെ തന്നെ മതിയെന്ന് പറയണേ, നീ വാ എന്ന് പറയാം. അപ്പോൾ ഇവന് ഭയങ്കര സന്തോഷവും. അപ്പോൾ ഇവൻ അങ്ങ് നടന്നു പോകുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ അവിടെ കിടന്നിങ്ങനെ പെടഞ്ഞ് മരിക്കുന്ന ഉറുമ്പിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് അയാൾക്ക് പകരം ഈ ഉറുമ്പാണ് ഇനി മരിക്കാൻ പോകുന്നത്. ഇതായിരുന്നു ആ ഷോർട്ട് ഫിലിമിൻ്റെ കഥ. അപ്പം ഞാനിത് എഴുതാൻ നേരത്ത് ഭയങ്കര ഇമോഷനായി. കാരണം ഈ ഉറുമ്പ് അങ്ങ് ചത്തുപോവുകയാണല്ലോ അവസാനം. അപ്പം ഇത് ഷൂട്ട് ചെയ്യാൻ നേരത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഉറുമ്പ് മരിക്കുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പോൾ വലിയ വില പിടിച്ച ക്യാമറയോ കാര്യങ്ങളൊന്നും അല്ല, സാധാരണ ക്യാമറയൊക്കെയാണ്. അപ്പോൾ ഈ ഫോക്കസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഉറുമ്പിനെ പിടിച്ചിട്ട് കയ്യും കാലൊക്കെ ഒടിച്ച് കഴുത്തൊക്കെ ഞെരിച്ച് കൊല്ലുക ശരിക്കും ചെയ്യുന്നത്, ഈ മരിക്കുന്നത് കറക്റ്റ് ഫീല് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഒരു 100-100 ഉറുമ്പിനെങ്കിലും നമ്മൾ അവിടെ വെച്ച് ഇങ്ങനെ ഈ ഫോക്കസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ചെയ്യേണ്ടി വരിക.
അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഉറുമ്പ് മരിക്കുന്ന ഇമോഷൻ അനുഭവിച്ച അതേ ഞാൻ ഇതൊന്നും അവിടെ ഓർക്കണില്ല എന്നുള്ളതാണ്. അപ്പം എഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കും, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് അനുഭവിപ്പിക്കണം. ഇത് തമ്മിലുള്ള വ്യത്യാസം എനിക്ക് അന്ന് ഞാൻ പഠിച്ചതാണ്. നമ്മളവിടെ അയ്യോ ഉറുമ്പാണല്ലോ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്കപ്പോൾ അത് ഞാൻ 100 എന്നുള്ളത് ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാണ്. കുറച്ച് ഉറുമ്പുകൾ നമ്മളവിടെ കൊല്ലുക, ലിറ്ററലി നമ്മളവിടെ കൊല്ലുകയാണ്. അപ്പോൾ അത് അവിടെ ഇമോഷനല്ല, അവിടെ ഇമോഷൻ ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കണേ. അപ്പോൾ ഈ ഒരു വ്യത്യാസം സിനിമ ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യമോ, നമ്മൾ എഴുതി വെച്ചപ്പോൾ ഉണ്ടായ ഒരു ഇമോഷൻ ഇനി എനിക്കല്ല, ഇനി അത് ആളുകൾക്ക് കിട്ടണം. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഇപ്പോൾ വല്ലാതെ ഇങ്ങനെ കരഞ്ഞു പോകുന്ന ഒരാളുടെയൊക്കെ നമ്മൾ എഴുതുമ്പോൾ അപ്പോൾ ഭയങ്കര ഇമോഷൻ തോന്നും. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനത്തെ സീനൊക്കെ എടുക്കാൻ നേരത്ത് ഞാൻ ഗ്ലിസറിനിട് ഇത്രയൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. അങ്ങനെ ടെക്നിക്കലിയാണ് കുറച്ചും കൂടി. ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എഴുത്തിനേക്കാളും കുറച്ചും കൂടി ടെക്നിക്സാണ്. എഴുത്ത് കുറച്ച് ഇമോഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇത് തമ്മിലൊരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ എഴുതുമ്പോൾ ആ ഒരു ഇമോഷൻ കിട്ടുമെന്ന്. ആ ഇമോഷൻ തന്നെ നമ്മുടെ കാസ്റ്റിനും കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവരിലും ആ ഇമോഷൻസ് തന്നെ വരുത്തിക്കാനായിട്ട് എന്തെങ്കിലും ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നോ, അല്ലെങ്കിൽ അവരിൽ അതെങ്ങനെയാണ് വരുത്തിയത്? ആ ഒരു ഇമോഷൻ ചേട്ടൻ ഉദ്ദേശിക്കുന്ന ഇമോഷൻ എങ്ങനെയാണ് വരുത്തിയത്? അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ കഥ പറയുമ്പോൾ തന്നെ സീൻ പറയുന്നതും ചിലപ്പോൾ ലൊക്കേഷനിൽ വെച്ചായിരിക്കണമെന്നില്ല. ഇതിന് മുമ്പ് തന്നെ ഇന്നായവരായിരിക്കും അവർ. മെയിനായിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും മുമ്പ് തന്നെ നമ്മൾ പോയി കഥ പറയും. അല്ലാതെ ലൊക്കേഷനിൽ വന്നിട്ടല്ല അവരത് അറിയുന്നത്. ഫസ്റ്റ് ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇമോഷൻ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരുപാടൊന്നും പറയണ്ട. ഒരുപാട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഭയങ്കര കൺഫ്യൂഷനാവും. അവർക്ക് ആദ്യം കഥ കേട്ടപ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കിയാൽ മതി. എന്തെങ്കിലുമൊക്കെ കുറച്ചൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. ഈ ഡയറക്ഷൻ ഒരുപാട് ഓവറാകാനും പാടില്ല. കാരണം ആക്ടർക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ്, ആദ്യം അവരെ വിടും. അപ്പോൾ അത് കറക്റ്റാണ് ചെയ്യണേ എന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് നന്നാക്കിയൊക്കെ എടുത്താൽ മതി. അല്ലാതെ നമുക്കൊരു ഐഡിയ ഉണ്ട് അതിനകത്തേക്ക് തന്നെ ഫസ്റ്റ് തന്നെ ഇവരെ കൊണ്ടുവരാൻ നോക്കാറില്ല. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും നമുക്ക്. അതിൻ്റെ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി നമ്മൾ. ഇപ്പം നമുക്കറിയാമായിരിക്കും എങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കും ഇവിടെ വരുന്നത്, ഇത് കഴിഞ്ഞ് വരുന്ന കട്ട് എന്തായിരിക്കും നമുക്കറിയാൻ പറ്റും. അത് അവർക്ക് അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അവരുടെ ഭാഗത്തുനിന്ന് വരാം. അത് പോയിട്ട് നമ്മളൊന്ന് കറക്റ്റ് ചെയ്താൽ മതി. വലിയൊരു ക്ലാസ് കൊടുക്കാറില്ല ലൊക്കേഷനിൽ വെച്ചിട്ട്. കാരണം ഓൾറെഡി അറിഞ്ഞിട്ടായിരിക്കും മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം അറിഞ്ഞിട്ട് കഥ അറിയാം. പല സീനും നമ്മൾ നേരത്തെ നറേറ്റ് ചെയ്തിട്ടുണ്ടാവും. റിനോയ് ചേട്ടൻ ഈ ഡയറക്ഷൻ ഫീൽഡിൽ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ആയിട്ട് കാണുന്നത് ആരാ? ലൈക്ക് അങ്ങനെ ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഡയറക്ഷൻ ഫീൽഡിലോ എഴുത്തിലോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഓരോ കാലത്ത് ഓരോ ട്രെൻഡ് അനുസരിച്ചുള്ളതൊക്കെ നമ്മൾ നോക്കുമല്ലോ. അങ്ങനെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയത് എൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ സിബി സാറായിട്ട് ഒരുപാട് നാൾ ഡിസ്കഷൻ, സിബി മലയിൽ സാറായിട്ടൊക്കെ ഡിസ്കഷൻ ചെയ്ത. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ലീഡിങ് ഉണ്ടാവുമല്ലോ നമുക്ക്, ഗൈഡൻസും കൂടിയും വരുമ്പോൾ അതൊക്കെ ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ചില നല്ല ഡയലോഗ്സൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു സീനൊക്കെ എഴുതി വെക്കും. അപ്പോൾ അതൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് സാറ്. അങ്ങനെ അല്ല, ഒരു സീൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അതുണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ഡയലോഗിന് വേണ്ടിയൊന്നും അങ്ങനെ സീൻ ഉണ്ടാകേണ്ട കാര്യമില്ല. അങ്ങനെ കുറേ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജോഷി സാറായിട്ടൊരു സ്ക്രിപ്റ്റ് ഞാൻ ഡിസ്കഷനിലുണ്ടായിരുന്നു. അപ്പം അത് സിനിമ ആക്കാം എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ ഇരുന്നതാണ്. പക്ഷേ അത് നടന്നില്ല, ഒരു സംഭവം നടന്നില്ല. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സീനിയേഴ്സായിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവർ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങളും ഒക്കെ പിന്നീട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ റിനോയ് ചേട്ടൻ്റെ മൂവിയിൽ ഇപ്പോഴും ഒരു ബിബ്ലിക്കൽ ടച്ച് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സ്വാധീനം എവിടെ നിന്നാ? ഈ എഴുത്തിൽ നിന്നാണോ, കാറ്റഗിസിൽ നിന്നാണോ? അത് ആ ഒരു ബിബ്ലിക്കൽ ടച്ച് എപ്പോഴും ഉണ്ട്. അതെവിടെ നിന്നാ? വിശ്വാസിയാണ്. പിന്നെ ഞാൻ വായിച്ച ഏറ്റവും വലിയ പുസ്തകം ബൈബിളാണ്. എന്നും വായിക്കുന്ന പുസ്തകവും ബൈബിളാണ്. അപ്പം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് സിനിമയിൽ പല അതാണ്. അപ്പോൾ എന്ന് കരുതി പോലീസുകാരനെ കൊണ്ട് നമ്മളത് പറയിപ്പിക്കത്തില്ല. ഇതിനകത്തൊരു പള്ളിയിലച്ഛനുണ്ട്. അപ്പോൾ പള്ളിയിലച്ഛന് കാര്യമായിട്ടത് പറയാം. അപ്പം ഡിമാൻഡ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ
അത്തരം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ആ ഇൻഫ്ലുവൻസ് ആ ക്യാരക്ടേഴ്സിലേക്ക് നമ്മൾ പകർത്തും. അല്ലാത്തവർ അല്ലാതെ വിടും. ഇപ്പം ഞാനൊരു എഴുത്തുകാരനാണ്, എൻ്റെ നോളജ് അല്ല ഓരോ ക്യാരക്ടേഴ്സിനുള്ളത്. ഇപ്പം ഞാനൊരു IAS കാരനെ കുറിച്ച് എഴുതുമ്പോൾ എന്നെക്കാളും വലിയ നോളജുള്ള ആളാണ്. അതേസമയം എൻ്റെ അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ ഞാൻ എഴുതണം. അപ്പം എൻ്റെ നോളജ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവരുടെ നോളജ് എന്താണോ ആ ലെവലിൽ നിന്നിട്ട് വേണം നമ്മൾ അവർക്ക് ഡയലോഗ്സ് എഴുതാനായിട്ട്. അപ്പം ബിബ്ലിക്കലായിട്ട് വരുന്നത് ഇതാണ്. അത് എപ്പോഴും നമ്മൾ ആലോചനയിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് ഇട്ട് കൊടുക്കും ക്യാരക്ടേഴ്സിന്. അങ്ങനെ റൊണാൾഡോ ചിത്രത്തിൽ അങ്ങനെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. എപ്പോഴും പറയാറുള്ള കാര്യമാണ്, ഇങ്ങനെ ദുഷ്ടനെ പന പോലെ ദൈവം വളർത്തും. പക്ഷെ അങ്ങനെ ഒരു വചനമൊന്നും ബൈബിളിൽ ഇല്ല. അത് ആരോ ഉണ്ടാക്കിയ ഒരു പഴഞ്ചൊല്ലാണ്. അപ്പം അതൊരു ക്യാരക്ടർ പറയുമ്പോൾ പള്ളിയിലച്ഛനാണ് തിരുത്തുന്നത്, നീ എവിടെ ഏത് ബൈബിളിലാണ് കണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകളിൽ അത് കണ്ടിട്ടുണ്ട്. അച്ഛന്മാരോട് പോലും പറയുന്നുണ്ട്. അപ്പോൾ അച്ഛന്മാർ ഇങ്ങനെ ഉത്തരം മുട്ടിയൊക്കെ നിൽക്കുന്ന സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈവൻ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബൈബിൾ വായിച്ച പല ആൾക്കാർ പോലും വിചാരിച്ചത് എവിടെയെങ്കിലും ഉണ്ടാകും അങ്ങനെ ഒരു വചനം എന്നാണ്. പക്ഷെ അങ്ങനെ ഒരു വചനമൊന്നും ഇല്ല. അപ്പം അങ്ങനെയുള്ള നോളജൊക്കെ നമ്മൾ അച്ഛനെ കൊണ്ട്, മേഘനാഥൻ ചേട്ടനാണ് അത് ചെയ്തത്. അപ്പോൾ മേഘനാഥൻ ചേട്ടന് ഇന്ന് വരെ പള്ളിയിലച്ഛൻ്റെ റോള് ചെയ്തിട്ടില്ല. അദ്ദേഹം ചെയ്ത അവസാനത്തെ ഒരു റോള് നമ്മുടെ ആയിരുന്നു. അപ്പം അദ്ദേഹം ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ. ഇപ്പോൾ ഒരു മൂവി സിറ്റുവേഷനിൽ ഇന്ന രീതിയിൽ കമ്പോസ് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ എങ്ങനെയായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിലെന്തെങ്കിലും ചലഞ്ച് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? അവൻ ചലഞ്ച് ഏറ്റെടുക്കുകയാണല്ലോ. അപ്പം എനിക്ക് ചലഞ്ച് ഇല്ല. ചലഞ്ച് കൂടെ ഉള്ള ഒരു ചലഞ്ച് ഏറ്റെടുത്ത ഡയറക്ടർ കുറച്ചും കൂടി ഫ്രീ ആയിരിക്കും. ഈ പടം എന്താ പറയുക, ഇത് പുള്ളിയുടെ മനസ്സിലുള്ളപ്പോൾ മുതൽ ഞാൻ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് അന്ന് മുതലേ ഇങ്ങനെ ഡിസ്കഷൻ ഉണ്ട് പരിപാടി. ഇപ്പം എനിക്കൊരു ത്രെഡ് കിട്ടിയാലും ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ദീപക് ഉണ്ട്, ഒരു രതീഷ് എന്ന് പറഞ്ഞ കോട്ടയത്തുള്ള കൂട്ടുകാരനുണ്ട്. ഒരു ത്രെഡ് കിട്ടിയാൽ പോലും ഞാൻ വിളിച്ചിട്ട് എടാ ഒരു സംഭവം കിട്ടി ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആൾക്കാരെ ഇവർ. അപ്പോൾ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ കഥാബീജം എന്നൊക്കെ പറയില്ലേ, അത് മുതലേ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അറിയാവുന്ന ആൾക്കാരാണ്. ഇപ്പം ഡെവലപ്പ് ചെയ്യുമ്പോഴും പറയും ഇവരോട്, ആ സംഭവം ഇങ്ങനെയാക്കി, ഈ ക്യാരക്ടറിനെ അങ്ങനെയാക്കി, ഈ ക്യാരക്ടറിനെ ഞാൻ അനാഥനാക്കി, ഈ ക്യാരക്ടറിന് ഇങ്ങനെ അങ്ങനെ 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 ഓരോ ഡെവലപ്മെൻറ്റ്സ് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഇമോഷൻസ് എന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ സ്ക്രിപ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഫുൾ സ്ക്രിപ്റ്റും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങനത്തെ മ്യൂസിക്കൊക്കെയാണ് എവിടെയൊക്കെ വേണ്ടതെന്നുള്ളതിൻ്റെ ഒരു റെഫറൻസ് ഒക്കെ അത്യാവശ്യം എടുക്കാറുണ്ട്. മറ്റ് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് റെഫറൻസ് എടുത്തിട്ട് ഇവരെ കേൾപ്പിക്കും. അപ്പോൾ ഇവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടും, എന്താണ് വേണ്ടത് എന്നുള്ളത് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ. പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കാറില്ല. അത് ഒരു സാധനം കൊണ്ടുവരും, അത് കറക്റ്റായിരിക്കും. പലപ്പോഴും അത് 100% അത് ഓക്കെ ഉള്ളൊരു സാധനമായിരിക്കും നമുക്ക് കിട്ടണേ. പടം തുടങ്ങിയ മുതൽ പടം ഇറങ്ങി കുറേ നാളുമ്പോൾ നമ്മൾ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നത്, തൊട്ടപ്പുറത്ത് മുറി. അപ്പം എന്തെങ്കിലും അങ്ങോട്ട് പോയാൽ മതി. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. എൻ്റെ പ്രീ പ്രൊഡക്ഷൻ തന്നെ തൊട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത്. മൂവി പ്ലാൻ ചെയ്തപ്പോഴേക്കും കോവിഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പ്രീ പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ടായിരുന്നു. അങ്ങനെ കുറച്ച്, പക്ഷെ വിട്ടില്ല, ഞങ്ങൾ ഫ്ലാറ്റും കാര്യങ്ങളൊന്നും വിട്ടില്ല. അങ്ങനെ കുറച്ച് സമയം എടുത്താണ്. പിന്നെ ഇത് പല സെക്ഷൻ, പല കഥകളായതുകൊണ്ട് ഒരെണ്ണം ചെയ്തു, ബ്രേക്ക് എടുത്തു, അടുത്തത് ചെയ്തു, ബ്രേക്ക് എടുത്തു. ഇങ്ങനെ ഒരു സമയം എടുത്ത് ചെയ്ത സിനിമയാണ്. കാരണം കണ്ടിന്യൂറ്റി അല്ലായിരുന്നു, ഓരോ കഥകളാണല്ലോ. അപ്പോൾ ഓരോ കഥകളും ചെയ്ത് നിർത്തി, അടുത്തത്, എന്നിട്ട് അത് എഡിറ്റ് ചെയ്തു, എന്നിട്ട് അടുത്തത് ചെയ്തു, അങ്ങനെയാണ്. അപ്പോൾ ഒരു 5 കഥകളാണ്. അപ്പോൾ 5 കഥകളും ഒരുമിച്ചല്ല ഷൂട്ട് ചെയ്തേക്കുന്നതൊക്കെ. ഇപ്പം മറയൂർ ചെയ്ത സംഭവം കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് പിന്നീട് എപ്പോഴുമാണ് കോട്ടയത്തുള്ള ഭാഗത്തേക്ക് പോകണേ. അങ്ങനെ ഒരു നല്ല സമയം, ഒരു 1.5 വർഷത്തോളം ഷൂട്ടിംഗ് പ്രോസസ്സ് തന്നെ ഉണ്ടായിരുന്നു ഇതിൻ്റെ. അങ്ങനെ സമയം എടുത്താൽ ചെയ്തേ. അപ്പോൾ അപ്പോഴൊക്കെ ഈ ടീം കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു വട്ടമേശ സമ്മേളനം അല്ല വർക്കെന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഫുഡ് അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോഴായിരിക്കാം നമ്മളെന്തെങ്കിലുമൊക്കെ ഐഡിയാസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമുക്ക് 8 മണി തൊട്ട് 10 മണി വരെ മീറ്റിംഗ് വെക്കാം, എന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഇത്
ഇത് അങ്ങനെ ഒരുമിച്ച് അങ്ങ് നിൽക്കുക. ആ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴായിരിക്കും നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ വരുന്നത്. ഒരുപാട് സിനിമാക്കാർ ഈ രാത്രി ലൈഫാണ് അത്, രാത്രി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക എന്നുള്ളൊരു പതിവാണ്. അപ്പോൾ ആ സമയത്തൊക്കെയാണ് വർക്ക് കൂടുതൽ നടക്കണേ. അതറിയത്തില്ല. എനിക്കൊരു കൂട്ടുകാരനുണ്ട്, പ്രയാഗ് മുകുന്ദൻ. അവനും ഇപ്പോൾ 2-3 സിനിമകൾ ക്യാമറ ചെയ്തു. മസ്തിഷ്ക മരണമൊക്കെ അവനായിരുന്നു. അപ്പോൾ അവനും ഞാൻ റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പോൾ എൻ്റെ പടത്തിൽ അവനെ അസോസിയേറ്റ് ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം അവനായിട്ടൊക്കെ ഇങ്ങനെ സിനിമകൾ സംസാരിക്കും. അപ്പം പറഞ്ഞാൽ വിശ്വസിക്കില്ല, സിനിമ സംസാരിച്ച് ഞങ്ങൾ ഇരുന്നിരിപ്പിൽ സംസാരിച്ച് നേരം വെളുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ എടാ നേരം വെളുത്തു എന്ന് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പം സാധാരണക്കാർക്ക് കേൾക്കുമ്പോൾ പിന്നെ എന്ന് തോന്നാം, പക്ഷേ ഇത് സിനിമാക്കാർക്ക് അറിയാൻ പറ്റും. ഇത് സിനിമയെക്കുറിച്ച് സംസാരിച്ച് ആ ഒരു ഇഷ്ടം കൊണ്ടും നമ്മൾ സംസാരിച്ച് നേരം വെളുത്ത് കഴിയുമ്പോഴാണ് അയ്യോ ഉറങ്ങിയില്ലല്ലോ എന്ന് പറയുന്നൊരവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അത്രയും പാഷനാണ്. ആ കേൾക്കണ ആൾക്കും പറയണ ആൾക്കാർ എല്ലാവർക്കും ഒരു പാഷൻ്റെ പുറത്തിരിക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല ഉറക്കമൊന്നും. നമ്മൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, നൈറ്റ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ എപ്പോൾ ഉറക്കം വന്നെന്ന് ചോദിച്ചാൽ ടയേർഡാവും. നമ്മുടെ ഒരു താല്പര്യമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി നമുക്ക് ഉണ്ടാകുമല്ലോ. സിനിമ അതാണ്. സിനിമ ബേസിക്കലി ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം. സിനിമ എനിക്ക് തന്ന ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അങ്ങനെ അല്ലാത്ത ഒരുപാട് പേരെ നമുക്കറിയാം. ജോലിയുണ്ട്, പക്ഷെ ഇഷ്ടപ്പെട്ടല്ല ചെയ്യുന്നത്, കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സിനിമ നൽകുന്ന ഒരു പോയിന്റ്, പല പ്രശ്നങ്ങളും പല സ്ട്രഗിളും പല വിഷമങ്ങളും ഒറ്റപ്പെടലുകളൊക്കെ വരും. പക്ഷേ അപ്പോഴും എനിക്കിത് ഇഷ്ടമാണ്, ഈ ജോലി എനിക്ക് ഇഷ്ടമാണ്, ഞാനത് ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ആശ്വാസം നമ്മളെ മുമ്പോട്ട് നയിക്കും.